ഇന്നലെ നമ്മൾ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ബോയ്സ് ആർ ബാക്ക്. ആദ്യ ഏകദിനം ഇന്ത്യ ജയിച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ടിനെതിരെ. ഈ ടൂറിലെ ആദ്യത്തെ ജയമാണ്. T20 മൊത്തത്തിൽ തോറ്റെങ്കിലും അതുപോലെ തന്നെ അയർലൻഡായിട്ടും തോറ്റെങ്കിലും യൂറോപ്യൻ ടൂറിലെ ആദ്യത്തെ ജയമാണ് ഇന്ത്യക്ക്. അപ്പോൾ ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇംഗ്ലണ്ട് 258 റണ്ണാണ് എടുത്തത് 50 ഓവറിൽ. ആദ്യത്തെ 10 ഓവർ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ബെൻഡക്കറ്റ് 43 റൺ എടുത്തിരുന്നു. ബുംറ ഒരു കിടിലൻ ക്യാച്ചിലൂടെ ബെൻഡക്കറ്റിനെ പുറത്താക്കിയായിരുന്നു. പിന്നീട് ഇംഗ്ലണ്ടിന്റെ വിക്കറ്റുകൾ തുടരെ വീഴുകയായിരുന്നു. 80-5 എന്ന നിലയിലെത്തി. പിന്നീട് റൂട്ട് 76 റണ്ണോടെ പുറത്താകാൻ നിൽക്കുകയായിരുന്നു. കുർണൂർ ബ്രാറിന് അവസാനം ഇഞ്ചുറി പറ്റിയോണ്ട് ലാസ്റ്റ് ഓവർ അഷ്കർ പട്ടേൽ എറിയേണ്ട വന്നു. 2 വിക്കറ്റ് ഉണ്ടായിരുന്ന അഷ്കർ പട്ടേൽ ആ ഓവർ എറിഞ്ഞ് 2 വിക്കറ്റും കൂടി എടുത്തോടെ 4 വിക്കറ്റ് നേടി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങി ഇന്ത്യക്ക് രോഹിത്തും കോഹ്ലിയും ഫോം ആയില്ലായിരുന്നു. എങ്കിലും ഗില്ല് നന്നായി കളിച്ചു. ഗില്ല് 80 റണ്ണിൽ റിട്ടയർഡ് ഹേർട്ടായി. അതിന് തൊട്ടടുത്ത് തന്നെ ശ്രേയസ് അയ്യർ റണ്ണൌട്ടായി. KL രാഹുൽ ഒരു ഇൻസൈഡ് പുറത്താവുകയും ചെയ്തതോടെ ഇംഗ്ലണ്ട് മാച്ചിലേക്ക് തിരിച്ചു വരികയായിരുന്നു. ഇന്ത്യ തോക്കുമോ എന്നൊരു ഘട്ടത്തിൽ ഞാൻ ആലോചിച്ച് തുടങ്ങിയിട്ട് വീണ്ടും ഒരു തോൽവിയാവുമോ എന്ന്. പക്ഷേ അഷ്കർ പട്ടേലും വാഷിംഗ്ടണും കൂടി നല്ലൊരു മികച്ച ഇന്നിംഗ്സ് കളിച്ച് രണ്ടുപേരും അർദ്ധ സെഞ്ചുറി അടിച്ചു. ഇന്ത്യയെ 6 വിക്കറ്റ് വിജയത്തിനെത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ബോയ്സ് ആർ ബാക്ക്. ഈ ടൂറിലെ ആദ്യത്തെ ജയമാണ് ഇന്ത്യക്ക്. അപ്പോൾ ഇന്ത്യ സീരീസ് 1-0 ലീഡ് ചെയ്തിരിക്കുകയാണ്. മൊത്തം 3 ODI ആണുള്ളത്. അടുത്ത ODI നാളെ ഇന്ത്യൻ സമയം വൈകുന്നേരം 5 മണിക്ക് നടക്കും. അതുപോലെ തന്നെ ഇന്ന് സിംബാബ്വേയും ബംഗ്ലാദേശും തമ്മിലുള്ള T20 തുടങ്ങിയാണ്. ടെസ്റ്റ് സിംബാബ്വെ ജയിച്ചു, ODIയും സിംബാബ്വെ ജയിച്ചു. അപ്പോൾ T20 ആരാണ് ജയിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ക്രിക്കറ്റ് അപ്ഡേറ്റ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ.